അപ്പൊ ആയുധം കൊണ്ടോ മറ്റോ ആർക്കും വിജയിക്കാൻ സാധ്യമല്ലെന്നും അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നും ബദർ യുദ്ധം നമുക്ക് നൽകുന്ന പാഠമാണ്. അതുപോലെ തന്നെ മറ്റൊരു പാഠം, ആറാമത്തെ പാഠം, തങ്ങളുടെ ശക്തിയിലോ ആയുധത്തിലോ ഒരാളും ചാരണം കൊള്ളാൻ പാടില്ല. എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ദുആ ചെയ്യുകയാണ് വേണ്ടത്. ആരെങ്കിലും അവരുടെ ശക്തിയിലോ അല്ലെങ്കിൽ ആയുധത്തിലോ ചാരണം കൊണ്ടുകൊണ്ട് അതിനെ അവലംബമാക്കിക്കൊണ്ട് ഞങ്ങൾ തന്നെ വിജയിക്കുമെന്ന് വിചാരിച്ചാൽ അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാരണം അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടുമോ എന്ന് വരെ ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തത്. ശക്തിയുടെ പേരിൽ ആർക്കും വിജയിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ തോന്നിയാൽ തന്നെ അത് ഒരു പരാജയത്തിലേക്കുള്ള എടുത്തുചാട്ടമായിരിക്കും. അതാണല്ലോ ഹുനൈൻ യുദ്ധത്തിൽ സംഭവിച്ചത്. 12,000 വരുന്ന സഹാബത്ത് ആ യുദ്ധത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഹാബകൾ പരസ്പരം പറഞ്ഞു, ഇനി ആൾബലവും ശക്തിയും ആയുധബലവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പരാജയപ്പെടുകയില്ല എന്ന് വരെ അവർ മേനി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ അവർക്ക് ദയനീയമായ പരാജയമാണ് ഉണ്ടായത്. അള്ളാഹുവിന്റെ സഹായം കിട്ടിയില്ല. അപ്പൊ ആരും അവരുടെ ശക്തിയിലോ അവരുടെ ആയുധത്തിലോ ചാരണം കൊണ്ടുകൊണ്ട് അതിൽ മേൽമ നടിക്കാൻ പാടില്ല എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ഏഴാമത്തെ കാര്യങ്ങൾ, മുസ്ലിങ്ങൾ കുറെ വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നാലും അവസാനത്തെ വിജയവും അവസാനം അള്ളാഹുവിന്റെ സഹായവും അവർക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നൊരു പാഠവും കൂടി ബദർ യുദ്ധത്തിൽ നമുക്കുണ്ട്. എട്ടാമത്തെ പാഠം, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണെങ്കിൽ പോലും തന്റെ ആവശ്യങ്ങൾ അവന്റെ മുന്നിൽ നിരത്തിക്കൊണ്ട് കരഞ്ഞ് അവനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബാണ്, അള്ളാഹിനോട് ഏറ്റവും അടുത്ത ആളാണ്. എന്നിട്ടും അള്ളാഹു തആല സഹായിക്കുമെന്ന കാര്യം ഉറപ്പുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന്റെ തലേന്ന് തങ്ങളുടെ തമ്പിൽ ദുആ ചെയ്ത് തങ്ങളുടെ തോളിലുണ്ടായിരുന്ന മുണ്ടുപോലും താഴേക്ക് വീണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് തങ്ങളെ സമാധാനിപ്പിച്ച് തങ്ങൾ ഇങ്ങനെ കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ എത്ര വലിയ ആളാണെങ്കിലും തന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നിരത്തിക്കൊണ്ട് അവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലേ അള്ളാഹു തആല സഹായിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ സഹായം അള്ളാഹ്ക്ക് അത് വളരെ ഇഷ്ടമുള്ളതുമാണ് എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് ആ യുദ്ധത്തിന് നിദാനമായ മറ്റൊരു കാരണം. നമുക്കറിയാം, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഗോത്രങ്ങൾ, ഔസ് ഖസറജ്, ഈ രണ്ട് ഗോത്രങ്ങളും ബദ്ധവൈരികളായിരുന്നു. അവർ പരസ്പരം ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി യുദ്ധം നടത്തുകയും 1200 വർഷത്തോളം അവരുടെ ഇടയിൽ യുദ്ധം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കിടയിൽ അള്ളാഹു റസൂല് തുല്യതയില്ലാത്ത ഒരു പരസ്പര സ്നേഹവും ഇണക്കവും ഉണ്ടാക്കി തീർത്തു. അങ്ങനെ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഐക്യം സ്ഥാപിച്ചു. അതാണ് അവരുടെ വിജയത്തിന്റെ മറ്റൊരു കാരണം. അതുപോലെ തന്നെ മറ്റൊരു കാരണം നേതാവിനെ അനുസരിക്കുക എന്നാണ്. എത്ര വലിയ ആളുകളാണെങ്കിലും ഒരു നേതാവ് ഉണ്ടായിരിക്കുകയും ആ നേതാവ് പറയുന്നത് അനുസരിക്കുകയും ചെയ്യണം. ഇവിടെ നേതാവിനെ അനുസരിച്ചു എന്ന കാരണം കൊണ്ടാണ് ബദർ യുദ്ധത്തിൽ വിജയമുണ്ടായത്. നേരെ മറിച്ച് ഉഹദ് യുദ്ധത്തിൽ അള്ളാഹു റസൂലാകുന്ന നേതാവിനെ, അമീറിനെ അനുസരിക്കാത്തതിന്റെ പേരിലാണ് അവർക്ക് പരാജയം നേരിടേണ്ടി വന്നത് എന്ന സത്യവും മനസ്സിലാക്കണം. ഇങ്ങനെ നിരവധി പാഠങ്ങൾ അതിലുണ്ട്. വിശദമായി പറയാൻ സമയമില്ല, അവസരവുമില്ല. അതുകൊണ്ട് മനസ്സിലാക്കുന്നവർക്ക് ഇനിയും നമുക്ക് പറയാൻ കഴിയും. ഇത് മനസ്സിലാക്കിയെടുക്കാനും കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുകൊടുത്ത് നമുക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഖൈറും റാഹത്തും സന്തോഷവും വിജയവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.